വിശുദ്ധ അൽഫോൻസാമയുടെ സ്നേഹസ്പർശം നേരിട്ടറിഞ്ഞ റോസമ്മച്ചിയുടെ 100-ാം ജന്മദിനം വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ആഘോഷമാക്കി. ഒരു വിശുദ്ധയോടൊപ്പം കഴിഞ്ഞ നാളുകളുടെ ഓർമ്മകളും പേറി ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അരികിലെത്തുന്നവർക്ക് മുൻപിൽ ആ സ്നേഹസ്മരണകൾ പങ്കുവയ്ക്കാൻ റോസമ്മച്ചിക്ക് തെല്ലും മടിയില്ല. കേട്ടുനിൽക്കുന്നവർക്കാകട്ടെ അതീവ ഹൃദ്യമായ അനുഭവവും. ഭരണങ്ങാനത്തിനു സമീപം അമ്പാറയിലെ ആക്കൽ കുടുംബാംഗമായ ജോസഫ് മറിയം ദമ്പതികളുടെ മകളാണ് റോസമ്മ. ഭരണങ്ങാനത്ത് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റോസമ്മയ്ക്ക് അൽഫോൻസാമയുടെ ശിഷ്യയാകാൻ ഭാഗ്യം ലഭിക്കുന്നത്. രോഗബാധിതയായി കിടന്നിരുന്ന അൽഫോൻസാമയെ ഒട്ടേറെ തവണ നേരിൽ കണ്ടതും സംസാരിച്ചതും അൽഫോൻസാമ പ്രാർത്ഥിച്ചതുമെല്ലാം ഇന്നും മായാതെ റോസമ്മച്ചിയുടെ മനസ്സിലുണ്ട്. വിശുദ്ധ അൽഫോൻസാമ അമ്മച്ചി എത്രാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്? അൽഫോൻസാമയുടെ ചാത്തത്തിന് എല്ലാ വർഷം പോകാറുണ്ടായിരുന്നോ? ഉണ്ട്. ഭരണങ്ങാനം ഇടവകയായിരുന്നു. അൽഫോൻസാമയെ സുഖമില്ലാതെ മഠത്തിലായിരിക്കുമ്പം അമ്മച്ചി കാണാനൊക്കെ പോകുമായിരുന്നോ? കണ്ടിട്ടുണ്ട്. അൽഫോൻസാമയുടെ പഠിപ്പിച്ച കാര്യമൊക്കെ നല്ല ഓർമ്മയുണ്ടോ? നല്ല കാര്യമൊക്കെ പറഞ്ഞു തരികയല്ലേ? സൂർദേവൊക്കെ പഠിപ്പിച്ചില്ലേ? സൂർദേവൊക്കെ പഠിപ്പിച്ചു തന്നില്ലേ? പുണ്യാളന്മാരുടെ കഥ പറഞ്ഞു തരില്ലേ? കുട്ടികളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന അധ്യാപികയായിരുന്നു അൽഫോൻസാമയെന്നും അമ്മയുടെ പ്രിയ ശിഷ്യയാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നതായും റോസമ്മച്ചി പറയുന്നു. എല്ലാ വർഷവും അൽഫോൻസാമയുടെ ചരമവാർഷിക ദിനങ്ങളിലും തിരുനാൾ ദിവസങ്ങളിലും റോസമ്മച്ചി ഭരണങ്ങാനത്ത് എത്താറുണ്ട്. വിശുദ്ധയുടെ ജീവിതത്തിലെ ചെറിയ സംഭവങ്ങൾ പോലും റോസമ്മച്ചിയുടെ മനസ്സിൽ ഇന്നും കെടാതെ കിടപ്പുണ്ട്. വിശ്വാസവും ഓർമ്മകളും ചേർന്ന് ഒരു ജീവനുള്ള ചരിത്രസാക്ഷ്യമായി മാറുകയാണ് 100-ാം ജന്മവാർഷികം ആഘോഷിച്ച റോസമ്മച്ചി. ഭർത്താവ് മാണി മരിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. ബേബി, ബോബൻ, ജോയി, മോളിക്കുട്ടി, ബെന്നി, സണ്ണി എന്നിവരാണ് മക്കൾ. ദൈവവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹത്തണലിൽ വിശുദ്ധമായ ഓർമ്മകളും പേറി റോസമ്മച്ചി ജീവിതയാത്ര തുടരുകയാണ്.